ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത് തന്റെ ഇടപെടലിലൂടെയാണെന്ന് അവകാശം വീണ്ടും ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സംഘർഷം തടയാൻ താൻ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കുന്നുവെന്നും ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്നുമാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞാൻ യുദ്ധം തടഞ്ഞു, എനിക്ക് പാകിസ്ഥാൻ ഇഷ്ടമാണ്. മോദി ഒരു അസാധാരണ വ്യക്തിയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ അദ്ദേഹവുമായി, അതായത് മോദിയുമായി സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണെന്നും ഞാനാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം തടഞ്ഞത് എന്നും ട്രംപ് വ്യക്തമാക്കി പറയുന്നു. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ശത്രുപരമായ നീക്കങ്ങൾ തടയുന്നതിൽ ഈ വ്യക്തി, അതായത് മുനീർ, അതീവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ വൈറ്റ് ഹൗസിൽ ഉച്ചഭക്ഷണത്തിന് ആതിഥേയം വഹിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി ട്രംപ് പറഞ്ഞത്. മോദിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറ്റുള്ളവരും ഒന്നിച്ചാണ് ഇത് സാധ്യമാക്കിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. രണ്ട് ആണവായുധ ശക്തികളാണ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചയിലൂടെയാണ് നടത്തിയതെന്നാണ് നരേന്ദ്രമോദി ഫോൺ സംഭാഷണത്തിലൂടെ ട്രംപിനോട് വ്യക്തമാക്കിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്റെ അവകാശവാദങ്ങൾ ആവർത്തിച്ചുകൊണ്ടുള്ള വരവ്. 35 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത അംഗീകരിച്ചിട്ടില്ല എന്നും ഭാവിയിലും അംഗീകരിക്കില്ല എന്നുമാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴും അംഗീകരിക്കുന്നുമില്ല, ഭാവിയിലും അംഗീകരിക്കില്ല.